الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയുള്ള ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഇപ്രകാരം കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. അല്ലാഹുവേ, സ്വർഗം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ പ്രവർത്തികൾ, ഇതും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്നെ സഹായിക്കുന്ന വാക്കുകൾ ഏതാണോ ആ വാക്കുകൾ പറയാൻ, പ്രവർത്തികൾ ഏതാണോ ആ പ്രവർത്തികൾ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് എനിക്ക് നൽകണമേ. എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. വഅഊദു ബിക മിനന്നാർ. നരകത്തെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, കാവൽ ചോദിക്കുന്നു. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. നരകത്തിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കുന്ന വാക്കുകളുണ്ട്, പ്രവർത്തികളുണ്ട്. അതെന്നിൽ നിന്ന് സംഭവിക്കരുത്. നരകത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന വാക്കുകളും പ്രവർത്തികളും എന്നിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്കറിയാം, സ്വർഗപ്രവേശനം, നരകത്തിൽ നിന്നുള്ള രക്ഷ ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. സ്വർഗത്തിന് വ്യത്യസ്തങ്ങളായ ദറജകൾ, പദവികൾ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ. നരകത്തിന് 100 ദറജകൾ, പദവികളുണ്ട്. അഅദ്ദഹ അല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അത് തയ്യാർ ചെയ്തു വച്ചിരിക്കുകയാണ്. മാ ബൈന ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്. 100 പദവികളുണ്ട്. അതിൽ ഓരോ പദവികളുടെയും ഇടയിലുള്ളത് ആകാശഭൂമികളുടെ ഇടയിലുള്ളതിന് തുല്യമാണ്. ഫഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കണം. ഫഇന്നഹു ഔസത്തുൽ ജന്ന. അത് സ്വർഗത്തിൻ്റെ മധ്യത്തിലുള്ള ഭാഗമാണ്. വഅഅലൽ ജന്ന. ഏറ്റവും ഉന്നതമായ പദവി ഫിർദൗസാണ്. ഉറാഹു ഫൗഖഹു അർശുർ റഹ്മാൻ.
റഹ്മാനായ അള്ളാഹുവിൻ്റെ അർശ് അതിൻ്റെ മേലെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വമിൻഹു തഫജ്ജറ അൻഹാറുൻ അൽ ജന്ന, അവിടെ നിന്നാണ് സ്വർഗത്തിലുള്ള അരുവികൾ പൊട്ടിയൊഴുകുന്നത്, ഈ ഫിർദൗസിൽ നിന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗത്തെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നതമായ പദവി ഫിർദൗസാണ്. അത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, പ്രാർത്ഥിക്കണം എന്ന് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, നിങ്ങൾ അറിയണം അള്ളാഹുവിൻ്റെ സിൽഅത്ത്, അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന വിഭവം അല്ലെങ്കിൽ പ്രതിഫലം അത് വളരെ വിലയേറിയതാണ്, അതിന് വില കൊടുക്കേണ്ടതുണ്ട്. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അള്ളാഹുവിൻ്റെ പ്രതിഫലം അത് സ്വർഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സ്വർഗപ്രവേശനം സാധ്യമാകണമെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിന് വില കൊടുക്കേണ്ടതുണ്ട്. അത് വിലമതിക്കാനാകാത്ത അമൂല്യമായ ഒന്നാണ് എന്നിവിടെ പഠിപ്പിക്കപ്പെടുകയാണ്. മറ്റൊരു ഹദീസിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് പ്രകാരമാണ്, ഹുജിബത്തിന്നാറു ബിശ്ശഹവാത്ത്, നരകത്തെ ഷഹവാത്തുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്, മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ, ആ പ്രയോഗത്തിൻ്റെ അർത്ഥം ഉലമാക്കൾ ചുരുക്കി പറയുന്നത് പ്രകാരമാണ്. നരകത്തിലേക്ക് ഒരാൾ പ്രവേശിക്കണമെങ്കിൽ ഷഹവാത്തുകളിലൂടെ കടക്കണം. ഷഹവാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന ഹറാമുകൾ ഇതിനാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് നരകം. വഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്, മക്കാരിഹുകൾ കൊണ്ട് സ്വർഗത്തെയും ചുറ്റപ്പെട്ടിരിക്കുന്നു, മറയിടപ്പെട്ടിരിക്കുന്നു, ഹിജാബിടപ്പെട്ടിരിക്കുന്നു. അതായത് മക്കാരിഹുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനുള്ള അനുസരണങ്ങളാണ്. സ്വാഭാവികമായും മനുഷ്യപ്രകൃതി അനുസരണങ്ങളോട് കുറച്ച് പ്രയാസം അവരുടെ മനസ്സിലുണ്ടാകും. ആ പ്രയാസങ്ങളെ തരണം ചെയ്തുകൊണ്ട് മക്കാരിഹുകളിലൂടെ മനസ്സിന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ത്യജിച്ച് എങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ആ മറ എന്ത് ചെയ്യേണ്ടതുണ്ട്? മുറിച്ച് കടക്കേണ്ടതുണ്ട്. മക്കാരിഹുകൾ കൊണ്ട്, അള്ളാഹുവിനുള്ള അനുസരണങ്ങൾ കൊണ്ട് സ്വർഗത്തെ മൂടപ്പെട്ടിരിക്കുകയാണ്, മറയിടപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ മറ ആരാണോ ഭേദിച്ച് കടക്കുന്നത് അവനതിൽ പ്രവേശിക്കും. ഷഹവാത്തുകളെ അതിനടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ അപ്പുറത്തുള്ളത് നരകമാണ്. അള്ളാഹുവിനുള്ള അനുസരണമാകുന്ന ആ മറ അതിനപ്പുറത്ത് സ്വർഗമാണ്. അപ്പോൾ ഈ മറ ആര് മുറിച്ച് കടക്കുന്നുവോ അവന് ഈ രണ്ടാലൊരു സങ്കേതം അനിവാര്യമായി തീരും. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, സ്വർഗത്തെ മക്കാരിഹുകൾ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു, നരകത്തെ ഷഹവാത്തുകൾ കൊണ്ട്, ഇച്ഛകൾ കൊണ്ട്, ഹറാമുകൾ കൊണ്ട് മറയിടപ്പെട്ടിരിക്കുന്നു. ഫമനിത്വല അൽ ഹിജാബ് വാഖിഉൻ മാ വറഅ, ആരാണോ ഈ ഹിജാബ് മറികടക്കുന്നത്, അതിലേക്ക് എത്തി നോക്കുന്നത്, അവൻ അതിനപ്പുറത്തുള്ളതിലേക്ക് പ്രവേശിക്കും, അതിൽ ആബദിച്ചു പോകും എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിക്കുകയാണ്. സ്വർഗത്തിനും നരകത്തിനും ചുറ്റുമുള്ളതായി ഈ മറയുണ്ട്. ഈ മറ മുറിച്ച് കടക്കുന്നവൻ ആരാണോ അവൻ അതിനപ്പുറത്തുള്ളതിലേക്ക് വീഴും, അവൻ അതിൽ പോയി ആബദിക്കും എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിക്കുന്നു. പൊതുവെ മനുഷ്യരുടെ മനസ്സിനെ, അവരുടെ കണ്ണുകൾ, അവരുടെ കാത്, അവരുടെ കണ്ണുകൾ, ഇതിന് ഹറാമുകൾ ഇതിനെ അന്ധമാക്കി കളയും. ഹറാമുകൾ കാണുമ്പോൾ, നിഷിദ്ധമായ കാര്യങ്ങൾ, തോന്നിവാസങ്ങൾ, ഇത് അലങ്കൃതമായി അവന്റെ മനസ്സിൽ തോന്നും. ഈ ഹറാമുകൾക്കപ്പുറത്തുള്ളത് എന്താണ് എന്ന് അവൻ മനസ്സിലാക്കുകയില്ല. അതേപോലെ തന്നെ അനുസരണ, അള്ളാഹുവിനെ അനുസരിക്കുകയാണ് ഒരാൾ. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, മാതാപിതാക്കളെ അനുസരിക്കൽ, അയൽവാസികളെ ആദരിക്കൽ, അതിഥികളെ ആദരിക്കൽ, നല്ല വർത്തമാനങ്ങൾ പറയൽ, ഇതെല്ലാം അള്ളാഹുവിനുള്ള അനുസരണമാണ്. ഇത് ചിലപ്പോൾ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം, ചില പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ ഈ പ്രയാസങ്ങൾ കാണുമ്പോൾ ആളുകൾ മടുത്ത് പിന്നോട്ട് വലിയും,
ക്ഷമയില്ലാതെ മുന്നോട്ട് പോകും. ഇതിനപ്പുറത്തുള്ളത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നില്ല, അവൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുന്ദരമായൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ സൃഷ്ടിച്ചു. ലമ്മാ ഖലഖല്ലാഹുൽ ജന്ന, ഇങ്ങനെ സൃഷ്ടിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, താങ്കൾ സ്വർഗം പോയി ഒന്ന് കണ്ടിട്ട് വരൂ. ജിബ്രീൽ അലൈഹിസ്സലാം പോയി സ്വർഗം കണ്ടു, തിരികെ വന്നു. ചില ഹദീസുകളിൽ കാണാം സ്വർഗവും അതിൽ ഉള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും താങ്കൾ ഒന്ന് കണ്ടിട്ട് വരൂ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പോയി സ്വർഗം കണ്ടുവന്നു. വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഐ റബ്ബി വഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ. അല്ലാഹുവേ, നിന്റെ പ്രതാപം തന്നെ സത്യം, ഈ സ്വർഗത്തെ സംബന്ധിച്ച് ഏതൊരാളാണോ കേൾക്കുന്നത്, കാണണ്ട, കേട്ടാൽ തന്നെ മതി, ഇതിന്റെ ഭംഗിയെ സംബന്ധിച്ച്, ഇതിൽ അള്ളാഹു തയ്യാർ ചെയ്തു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഏതൊരാളാണോ കേൾക്കുന്നത്, അവൻ അതിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. അതിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ അവൻ ഏർപ്പെടും, അങ്ങനെ അവൻ അതിലെത്തിപ്പെടും എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സുമ്മ ഹഫ്ഫഹാ ബിൽ മക്കാരിഹ്, നേരത്തെ പറഞ്ഞ അതിലേക്ക് പ്രവേശിക്കണമെങ്കിലുള്ള മക്കാരിഹുകൾ, അള്ളാഹുവിനുള്ള അനുസരണങ്ങളെ കൊണ്ട് അതിനെ പൊതിഞ്ഞു, അതിന് മറയിട്ടു. എന്നിട്ട് പോയി ഒന്നുകൂടി കണ്ടിട്ട് വരാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം പോയി കണ്ടുവന്നതിന് ശേഷം പറഞ്ഞു, ഐ റബ്ബി വഇസ്സതിക്, അല്ലയോ റബ്ബേ, നിന്റെ പ്രതാപം തന്നെ സത്യം, ലഖദ് ഖശീതു അൻ ലാ യദ്ഖുലഹാ അഹദുൻ, അതിൽ ആരും തന്നെ പ്രവേശിക്കുകയില്ലയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കേണ്ടതുണ്ട്. അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന, നിയമമാക്കിയിരിക്കുന്നതായ ഇബാദത്തുകൾ അവൻ ചിട്ടയോടെ ക്ഷമയോടെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അവൻ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതുണ്ട്, നന്മകൾ മാത്രം പറയേണ്ടതുണ്ട്, നല്ലത് മാത്രം കാണേണ്ടതുണ്ട്, കേൾക്കേണ്ടതുണ്ട്. അവനോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന തൗഹീദ് മുറുകെ പിടിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കേണ്ടതുണ്ട്, നന്മകൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിലൂടെ ഈ മക്കാരിഹുകൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ പ്രയാസകരമായ കാര്യത്തിലൂടെ ചെയ്ത് അതിനപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളത് ഇത്തിരി പ്രയാസകരമാണ്. അതുകൊണ്ട് ആരും തന്നെ അതിലേക്ക് പ്രവേശിക്കാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അത് കണ്ടുവരാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം പോയി കണ്ടതിന് ശേഷം പറഞ്ഞു, ഐ റബ്ബി വഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദുൻ ഫയദ്ഖുലുഹാ, ഇതിനെക്കുറിച്ച് ആരെങ്കിലും കേട്ടുകഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് ആരും പ്രവേശിക്കുകയില്ല എന്ന് നിന്നെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു. കാരണം അത്ര ഭയാനകമാണ് അതിലെ ശിക്ഷകൾ. അതിൽ മുജ്രിമീങ്ങൾക്ക് വേണ്ടി, കുഫാറുകൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കഠിനമായ ശിക്ഷ ഒരു മനുഷ്യന് താങ്ങാൻ സാധിക്കുന്നതിനപ്പുറമാണ്. അതിനെക്കുറിച്ച് ഒരാൾ കേട്ടാൽ തന്നെ പിന്നീട് അവൻ അതിലേക്ക് ഒരു കാരണവശാലും പ്രവേശിക്കുകയില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. അങ്ങനെ ഫഹഫഹാ ബിശ്ശഹവാത്ത്, അള്ളാഹു അതിനെ ഷഹവാത്തുകൾ കൊണ്ട് പൊതിഞ്ഞു, നിഷിദ്ധമായ കാര്യങ്ങളെ കൊണ്ട് പൊതിഞ്ഞു, മറയിടപ്പെട്ടു. എന്നിട്ട് ഒന്നുകൂടി പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, വഇസ്സതിക ലഖദ് ഖശീതു അൻ ലാ യബ്ഖാ അഹദുൻ ഇല്ലാ ദഖലഹാ, എനിക്ക് ഭയമുണ്ട്, അതിൽ പ്രവേശിക്കാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ലയോ എന്ന് ഞാൻ പേടിക്കുന്നു. എല്ലാവരും നരകത്തിൽ പ്രവേശിച്ചു പോകുമോ? കാരണം നരകത്തിന്റെ മുന്നിലിട്ടിരിക്കുന്ന മറ അത് കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. മനുഷ്യരുടെ മനസ്സിനെ കുളിർമയേകുന്ന തിന്മകളുണ്ട്. അതിൽ പലപ്പോഴും മനുഷ്യർ അകപ്പെട്ടു പോയേക്കാം. ആ തിന്മകൾ കണ്ട് അതിനപ്പുറത്തുള്ളതായ ഈ സൗന്ദര്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ ലോകം, അല്ലെങ്കിൽ ഭംഗിയായി അവന് തോന്നുന്നതായ ഈ തിന്മകൾ, ഇതിൽ നൈമിഷികമായ സുഖത്തിന് വേണ്ടിയിട്ട് അതിൽ പെട്ടുപോയേക്കാം. അതിനപ്പുറത്തുള്ള നരകത്തെ സംബന്ധിച്ച് അവൻ മറന്നുപോയേക്കാം. അങ്ങനെ അതിൽ സകല ആളുകളും പ്രവേശിച്ചേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ഇത് മറ്റൊരു രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മാ അൽ അഖബ, അഖബയിലൂടെ അവർ വേഗതയിൽ അഖബയെ മുറിച്ച് കടക്കാൻ എന്താണ് കൂട്ടാക്കാത്തത്? അവൻ എന്താണ് അഖബ എന്നതിനെ കുറിച്ച് നിനക്ക് അറിയിച്ചു തന്നത് എന്താണ്? എന്നിട്ട് അഖബ എന്ന് പറഞ്ഞാൽ ഒരു ദുർഘടമായ പാതയാണ്, ഇത്തിരി പ്രയാസമുള്ള
വഴിയാണ്, അതിലൂടെ അവൻ സഞ്ചരിക്കേണ്ടതുണ്ട്. എന്നാലേ ലക്ഷ്യസ്ഥാനമായ സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. എന്താണ് അഖബ? അത് ഫഖു റഖബ, അടിമകളെ മോചിപ്പിക്കലാണ്. ഔ ഇത്ആമു ഫീ യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. ക്ഷാമകാലത്ത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അടുത്ത ബന്ധുക്കളിൽപ്പെട്ട അനാഥരായ ആളുകൾക്ക് അല്ലെങ്കിൽ അശരണരായ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അതേപ്രകാരം തന്നെ സുമ്മ കാന മിനൽ ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ, ഈമാൻ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ആ അഖബ. ശക്തമായ വിശ്വാസത്തിന്റെ ഉടമകളായി തീരുക എന്നുള്ളതാണ്. പരസ്പരം ക്ഷമ കൊണ്ട് കൽപ്പിക്കുക, ഉപദേശിക്കുക, കാരുണ്യം കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക, ഇതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. ഉലൈക അസ്ഹാബുൽ മൈമന, അവരാണ് വലതുപക്ഷക്കാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ അഖബ മുറിച്ചു കടക്കേണ്ടതുണ്ട്. മനസ്സിന് അനിഷ്ടകരമായ ചില കാര്യങ്ങൾ അവൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. കൃത്യമായി അള്ളാഹുവിനെ അനുസരിക്കണമെങ്കിൽ അതിന് നല്ല ക്ഷമ വേണ്ടതുണ്ട്. അങ്ങനെ ക്ഷമിച്ച് പ്രയാസങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് ഈ സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് സാധ്യമാകൂ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാക്കിൻ അലി, സ്വർഗം നിങ്ങളിൽ ഒരാളുടെ ചെരുപ്പിന്റെ വാറ് അതുപോലെ അടുത്തിരിക്കുന്നതാണ്, അതിനേക്കാൾ അടുപ്പമുള്ളതാണ്. വന്നാറു മിസ്ലു ദാലിക്, നരകവും അതുപോലെ തന്നെയാണ്. അത് എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ ആണ്. തീർച്ചയായും ഇത് ഓരോ മനുഷ്യരും അഭിമുഖീകരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളത്, അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. സ്വർഗം നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്ത പ്രാർത്ഥനകളിൽ അത് കാണാം. അള്ളാഹുവിങ്കിൽ നിന്ന് വഹി ലഭിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നരകത്തിൽ അകപ്പെടാതിരിക്കാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. ഇങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? അതിന് ചില മാർഗങ്ങൾ ഉലമാക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ശരിയായ വിജ്ഞാനം കരഗതമാക്കുക എന്നുള്ളതാണ്. ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കണം. ഒരാൾക്ക് യഥാവിധം അള്ളാഹുവിനെ അനുസരിക്കണമെങ്കിൽ, അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യാൻ, തൗഹീദ് മുറുകെ പിടിക്കാൻ, നമസ്കരിക്കാൻ, ഏത് ഇബാദത്തുകളാകട്ടെ, അവന്റെ ഏത് പ്രവർത്തികളാകട്ടെ, വാക്കുകളാകട്ടെ, ഇടപാടുകളാകട്ടെ, അത് ശരിയായ രീതിയിലാകണമെങ്കിൽ, അള്ളാഹുവിന് തൃപ്തിയുള്ളതാകണമെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിനെന്ത് അനിവാര്യമാണ്? ഇൽമ് അനിവാര്യമാണ്. എന്നാലേ യഥാവിധം ഒരാൾക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തി വേണ്ടതുണ്ട്, ഇഖ്ലാസ് ഉണ്ടാകേണ്ടതുണ്ട്. ഇതിന് ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി ചെയ്യേണ്ടത് തൗഹീദ് മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഏറ്റവും പ്രഥമമായ കാര്യം തൗഹീദാണ്. തൗഹീദ് എത്രത്തോളം ഒരാളുടെ ജീവിതത്തിൽ ശക്തമാകുന്നുവോ അതനുസരിച്ച് പാപങ്ങളിൽ നിന്ന് അവൻ വിമുക്തി നേടും. അവന്റെ ജീവിതത്തിൽ അവൻ നേരിടുന്ന പ്രയാസങ്ങൾക്ക് അത് പരിഹാരമായിരിക്കും. അതുകൊണ്ടാണ് എല്ലാ അമ്പിയാക്കളും ഏതു പ്രശ്നത്തിനും ഒന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുക, അവന്റെ അസ്മാഉകൾ പഠിക്കുക, അവന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, തൗഹീദുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് മനസ്സിൽ തഹ്ഖീഖ് ചെയ്യുക, യാഥാർത്ഥ്യവൽക്കരിക്കുക. ഇതാണ് സ്വർഗപ്രവേശനത്തിന് ഏറ്റവും പ്രഥമമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. മൂന്നാമതൊരു കാര്യം, സ്വർഗത്തിലേക്കുള്ള വഴിയിൽ മനുഷ്യനെ
കൊള്ളയടിക്കുന്ന, അവനെ തടുക്കാൻ ശ്രമിക്കുന്ന, വഴിതെറ്റിച്ചു വിടുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് നല്ല ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്ന് ചീത്ത കൂട്ടുകെട്ടുകളാണ്. മനുഷ്യനെ തൻ്റെ കൂട്ടുകാർ അവർ ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരല്ല എങ്കിൽ വലിയ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കും. ഒരുപക്ഷെ നമുക്ക് സത്യം അറിയാമായിരിക്കും, എങ്കിൽ കൂടി അസത്യമുള്ള സത്യത്തിൻ്റെ ബാത്തുലിൻ്റെ ആളുകളോടാണ് അവൻ സഹവസിക്കുന്നത് എങ്കിൽ അവനതെന്ത് ചെയ്യും? നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാം. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ആളായിരുന്നു. പക്ഷേ മരണവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കലിമ ചൊല്ലിക്കൊടുക്കുമ്പോൾ തടുക്കുന്നത് ഈ കൂട്ടുകെട്ടാണ്, മോശം കൂട്ടുകെട്ടാണ്. അബൂജഹൽ അവിടെ നിന്ന് ഊതിക്കൊടുക്കുകയാണ്, വേണ്ട, പറയേണ്ടതില്ല, താങ്കളുടെ പൂർവ്വപിതാക്കളുടെ മാർഗം വിട്ട് ഉപേക്ഷിച്ചു കൊണ്ടുപോകാൻ താങ്കൾ തയ്യാറാവുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? കൂട്ടുകെട്ടവനെ തിന്മയിലേക്ക് നയിക്കുകയാണ്. കാഫറായി മരിച്ചുപോയി. അതേപ്രകാരം തന്നെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ വലീദ് ബിൻ മുഗീറ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുന്നു. അദ്ദേഹം വലിയ സാഹിത്യ നിരൂപണം നടത്തുന്നയാളായിരുന്നു. ഖുർആനിനെ പോലെ മറ്റൊന്നും തന്നെ കേട്ടിട്ടില്ല. അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു ഖുർആനിന്റെ വരികൾ. അദ്ദേഹം അതിന് പുകഴ്ത്തിക്കൊണ്ട് പലതും പറഞ്ഞു. ഇത് എന്നെന്നും ഉയർന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും താഴേക്ക് പോവുകയില്ല. അതിനെ പ്രശംസിച്ചുകൊണ്ട് പലതും പറഞ്ഞു. അബൂജഹൽ അറിഞ്ഞു, ഉടനെ ഓടിയെത്തി താൻ പറഞ്ഞിരിക്കുന്ന ഈ വാക്യങ്ങൾ തിരുത്തി പറയാൻ വലീദ് ബിൻ മുഗീറയോട് എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ സമ്മർദ്ദത്തിൽ സാഹചര്യങ്ങളുടെ ഈ കൂട്ടുകെട്ടിന്റെ ഫലമായി കൊണ്ട് തിരുത്തി പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തെ ആവർത്തിച്ച് ശപിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി. ഈ കൂട്ടുകെട്ടായിരുന്നു ഇതിന് നിമിത്തമായത്. ഒരാളുടെ കൂട്ടുകെട്ട്, ഒരാൾ മതനിഷേധിയാണോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആക്ഷേപിക്കുന്നവരുമായിട്ടാണോ കൂട്ടുകൂടുന്നത്? അള്ളാഹു ഇല്ലെന്ന് പറയുന്നവർ, പരലോകമില്ലെന്ന് പറയുന്നവർ, ദുനിയാവിലെ ജീവിതം മാത്രമേ ജീവിതമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, മദ്യപിക്കുന്നവർ, വ്യഭിചരിക്കുന്നവർ, 18 വയസ്സായാൽ തോന്നിയതുപോലെ ജീവിക്കാം എന്ന് പറയുന്ന ആളുകൾ, അത് വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന ആളുകൾ, ഇങ്ങനെ വ്യതിചലന ആശയങ്ങളുമായി കൊണ്ട് നടക്കുന്ന ആളുകളുമായിട്ടാണ് നിങ്ങൾ കൂട്ടുകൂടുന്നത്. തീർച്ചയായും അത് അവന്റെ ജീവിതത്തിൽ പ്രതിഫലിച്ചിരിക്കും. ഒരുപക്ഷെ ഇവൻ ആ തിന്മ ചെയ്യുന്നില്ല എങ്കിൽ പോലും ഇതിവന്റെ ജീവിതത്തിൽ, അവന്റെ ചിന്താഗതികളിൽ, അവന്റെ അഭിപ്രായങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. കാലക്രമേണ അവൻ വലിയ നാശത്തിലേക്ക് പോകാൻ ഇടയാകും. അതുകൊണ്ട് ചീത്ത കൂട്ടുകുട്ടികളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ലവരായ സ്വാലിഹീങ്ങളായ വിശ്വാസികളായ, നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, അയൽവാസികളെ ആദരിക്കുന്ന, നന്മകൾ ചെയ്യുന്ന, വിശ്വാസം മുറുകെ പിടിക്കുന്ന ആളുകളുമായി സഹവസിക്കുന്നില്ല എങ്കിൽ ഇത് സ്വർഗപ്രവേശനത്തിന് വലിയൊരു തടസ്സമായി മാറും. അതേപോലെ തന്നെ മറ്റൊരു ഘടകമാണ് ശൈത്വാനിനെ അവന്റെ ശത്രുവായി മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്ന കാര്യമാണ്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. ശൈത്വാൻ നിങ്ങൾക്ക് ശത്രുവാണ്, ശത്രുവായി നിങ്ങൾ അവനെ കാണണം എന്ന് മാത്രമല്ല, ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. ശൈത്വാൻ അവന്റെ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ശൈത്വാൻ പലപ്പോഴും മനുഷ്യനെ പല കോലത്തിൽ, പല രൂപത്തിൽ അവനെ തിന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ധാരാളം ഗ്രന്ഥങ്ങളിൽ ഇത് വളരെ വിശാലമായി പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ അവന്റെ ഓരോ നിമിഷങ്ങളിലും അവൻ കൃത്യമായ ജാഗ്രതയോടെ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, എന്നെ അള്ളാഹു സൃഷ്ടിച്ചതാണ്, അള്ളാഹുവാണ് എന്റെ പരിപാലകൻ, എനിക്ക് റിസ്ക് നൽകുന്നവൻ, എന്നെ ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, അതുകൊണ്ട് അള്ളാഹു എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതിനാണ് ഞാൻ വഴിപ്പെടേണ്ടത്. അങ്ങനെയായിരിക്കണം എൻ്റെ വാക്കുകൾ, നോട്ടങ്ങൾ, പ്രവർത്തികൾ. ശൈത്വാനിന്റെ വസ്വാസുകൾക്ക് ഞാൻ വഴിപ്പെട്ടുകൂടാ. മനുഷ്യപിതാവ് ആദം അലൈഹിസ്സലാമിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചവനാണ്. ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അതിന് കൂട്ടാക്കാതിരുന്നത് കൊണ്ടാണ് അള്ളാഹു ശപിച്ചുകൊണ്ട് പുറത്താക്കിയത് ശൈത്വാനിനെ. അങ്ങനെയുള്ള ശൈത്വാനുമായി മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മനുഷ്യരുടെ മക്കൾ, ആദമിന്റെ മക്കൾ കൂട്ടുകൂടുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നു. എത്ര മോശപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ശൈത്വാനിനെ ശത്രുവായി മനസ്സിലാക്കിക്കൊണ്ട്
അവൻ അകറ്റി നിർത്തുക. മനുഷ്യന്റെ മനസ്സ് പലപ്പോഴും തിന്മകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, തിന്മകൾ ചെയ്യാൻ മോശപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക്. സൂ എന്ന് പറഞ്ഞാൽ പിന്നീട് ഖേദമുണ്ടാക്കാൻ ഇടയാക്കുന്ന കാര്യം, അതിനാണ് തിന്മ എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നല്ല രസം ഉണ്ടാകും, ഇപ്പോൾ നൈമിഷികമായ ചില സുഖങ്ങൾ കിട്ടിയേക്കാം, പക്ഷേ അതിനുശേഷം അത് അവനെ ഖേദത്തിനിടയാക്കും, വലിയ ദുഃഖത്തിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് തിന്മ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള തിന്മകളിലേക്ക് മനുഷ്യന്റെ മനസ്സ് തന്നെ അവനെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. അത് നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് ഷഹവാത്തുകളെ തൊട്ട് മനസ്സിന്റെ ദുഷിച്ച ഇച്ഛകളെ കടിഞ്ഞാനിടാൻ അള്ളാഹുവിന്റെ ദിക്റിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകേണ്ടതുണ്ട്. ദുനിയാവിന്റെ പിന്നാലെ മാത്രം ഓടുക എന്നുള്ളത് വലിയൊരു തടസ്സമാണ്. ദുനിയാവിൽ നിന്ന് ആവശ്യമുള്ളത് അവന് ശേഖരിക്കാം, അത് അതിനു വേണ്ടിയിട്ട് പണിയെടുക്കാൻ അള്ളാഹു നിരന്തരം കൽപ്പിക്കുന്നുണ്ട്. അത് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ അത് തന്നെയാവുക ലക്ഷ്യം എന്നുള്ളത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖദുറ, ദുനിയാവ് മാധുര്യമേറെയുള്ളതാണ്. അത് പച്ചപിടിച്ചിരിക്കുന്ന മനസ്സിനെ കുളിർപ്പിക്കുന്ന പച്ചപിടിച്ചിരിക്കുന്നതാണ്. ഫത്തഖുദ് ദുനിയ വത്തഖുൻ നിസാ, അതുകൊണ്ട് ദുനിയാവിന്റെ ഫിത്നയിൽ നിങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമേ, സ്ത്രീകളുടെ ഫിത്നയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട മാർഗം നാം നമ്മുടെ ദുർബലത, ബലഹീനത മനസ്സിലാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ടിരിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മുആദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തത് കാണാം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്, അല്ലാഹുവേ നിനക്ക് നന്ദി ചെയ്ത് നിന്നെ സ്മരിച്ച് ശരിയായ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ദുആ ചെയ്യുമായിരുന്നു. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ അടിയുറപ്പിച്ചു നിർത്തണമേ എന്ന് വഹി നൽകപ്പെടുന്ന, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മുർസലീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ, അമ്പിയാക്കളിലും മുർസലീങ്ങളിലും ഏറ്റവും അത്യുന്നതത്തിൽ നിലകൊള്ളുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. നമ്മുടെ ദുർബലത മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീൽ, നബിയെ നാം താങ്കൾക്ക് സ്ഥൈര്യം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ താങ്കൾ അവരിലേക്ക് ചെറിയ രീതിയിൽ ചാഞ്ഞു പോകുമാറായിരുന്നു. അപ്പൊ താങ്കൾക്ക് വരെയും അങ്ങനെ ചായ്വ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു? സ്ഥൈര്യം കൊടുത്തു. ആ സ്ഥൈര്യം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു നാം ഏവരെയും മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.